എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയുടെ റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് എളുപ്പവഴിയിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു കറി റെഡിയാക്കിയാൽ അത് പല പല രൂപാന്തരങ്ങളിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ എണ്ണയൊക്കെ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നാൽ ഇത് നമ്മൾ ചിക്കൻ കറിക്കും അതുപോലൊക്കെ വെക്കുന്ന പോലെ ഒരുപാടങ്ങ് വഴറ്റിയെടുത്ത് ഈ സവാളയൊക്കെ ആണെങ്കിൽ കറിയിലങ്ങ് അലിഞ്ഞു പോകുന്ന പോലെ നമ്മൾ വഴറ്റിയെടുക്കത്തില്ലേ, അങ്ങനെ നമുക്ക് വഴറ്റിയെടുക്കണ്ട. നമ്മൾ ഈ കറി ഇങ്ങനെ ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് സവാളയൊക്കെ നിന്ന് നമുക്ക് കടിക്കാൻ കിട്ടുന്ന പരുവത്തിന് വേണം നമ്മളത് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഈ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൊണ്ടാണെങ്കിൽ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അതിൻ്റെ വഴണ്ടി കിട്ടും. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആനക്കാര്യത്തിനിടയിൽ ചേനക്കാര്യം എന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ കേട്ടോ. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 തക്കാളിയും സവാള എത്ര എണ്ണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു 3 സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പച്ചമുളകാണെങ്കിൽ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നടുകെ കീറിയിട്ടതായിരുന്നു. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ തക്കാളിയിലൊക്കെ നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതൊന്ന് വഴണ്ടി വരണം. തക്കാളിയും സവാളയും അതുപോലെ ആണെങ്കിൽ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടങ്ങ് അലിഞ്ഞു പോകുന്ന പോലെ വഴറ്റിയെടുക്കുകയും ചെയ്യരുത്. ഇപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുത്താലും മതി. കറിവേപ്പിലയും കൂടെ 1 തണ്ട് കറിവേപ്പിലയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുക്കണം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആണെങ്കിൽ പച്ചമണം നന്നായിട്ട് മാറി കിട്ടണം, അല്ലെങ്കിൽ കറിക്കാണെങ്കിൽ ഒട്ടും ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കാണെങ്കിൽ ചെയ്യാവുന്ന ഇതൊന്ന് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് നമുക്ക് പണികൾ നമുക്ക് കഴിഞ്ഞ് കിട്ടും. അല്ലാതെ ഇതിങ്ങനെ അടച്ച് വെച്ച് വഴറ്റിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അടപ്പ് തുറന്ന് വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കാം. പക്ഷെ അതിന് കുറച്ചുകൂടി താമസം എടുക്കുന്നത് മാത്രം. ഇനി ഇത് കണ്ടോ, ഇപ്പം തക്കാളി എന്നൊക്കെ ആണെങ്കിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയുടെ അതുപോലെ തന്നെ ഈ പൊടികളുടെ ഒക്കെ ആണെങ്കിലും പച്ചമണം മാറിയിട്ടില്ലെങ്കിൽ കറികൾക്ക് ഒട്ടും ടേസ്റ്റ് വരത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പൊടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വന്നെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണം മാറി കിട്ടത്തില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് എത്ര കറിക്ക് നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടിയത് അതിനനുസരിച്ചുള്ള വെള്ളമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അത് തിളച്ച് കിട്ടും. അതുപോലെ ആണെങ്കിൽ ഇപ്പം നമുക്കിപ്പം ഒരു ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം ആക്കുന്ന പോലെ അത് വറ്റിച്ചെടുക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കറിക്ക്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലൊരു മുട്ടയുടെ പുഴുങ്ങിയിട്ട് കഴിഞ്ഞാൽ മുട്ടക്കറിയാവും. ഇതിൽ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ചിക്കനൂടെ ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറിയാവും. അങ്ങനെ പല പല രൂപാന്തരങ്ങളിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.